ത്രിയേക ദൈവത്തിന് സ്തുതി. 2025 നോമ്പാചരണം ആരംഭിക്കുകയാണ്. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുഎൻഎസ്എക്കെതിരെ ആഭിമുഖ്യത്തിൽ എല്ലാ ഞായറാഴ്ചയും നോമ്പ് ധ്യാനം എല്ലാവർക്കും ലഭ്യമാകത്തക്കവണ്ണം യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടും. അതിന് പ്രയത്നിക്കുന്ന യുഎൻഎസ്എക്കെതിരെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. അതിന്റെ 1-ാം ദിവസത്തെ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുക്കോനോ എന്ന ധ്യാനത്തിലൂടെയാണ് നോമ്പ് ആരംഭിക്കുന്നത്. 50 ദിവസം നീണ്ടു നിൽക്കുന്നതായ ധ്യാനമാണ്. അടയാളങ്ങളിലൂടെ ആരംഭിക്കുന്നു. യേശു ചെയ്ത കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയ അടയാളമാണ് ആരംഭം കുറിക്കുന്നത്. ആ 50 ദിവസത്തെ യാത്രയിൽ യേശു തന്നെ തന്റെ മുറിവുകളിലൂടെ ഒരു അടയാളമായി തീരുന്നു. അവന്റെ ഉയർപ്പിലൂടെ താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് സകലർക്കും കാണിച്ചു കൊടുക്കുന്നതും തന്റെ ശരീരത്തിലേറ്റതായ അടയാളങ്ങളായിരുന്നു. ഒരിക്കലും യേശു അത്ഭുതങ്ങൾ കാട്ടിയല്ല തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചത്. യേശുവിന്റെ ധ്യാനവും യേശുവിന്റെ വാക്കുകളും യേശുവിന്റെ പ്രവൃത്തിയുമെല്ലാം ദൈവരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരുന്നു. കാനാവിലെ കല്യാണ ഭവനത്തിൽ അടയാളങ്ങളുടെ ആരംഭം കുറിക്കുവാൻ കാരണമായി തീർന്നത് അവിടെ യേശുവിന് ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ ഭവനവും ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായി തീരുവാൻ സാധ്യമാകുന്നത് ദൈവിക സാന്നിധ്യത്തിലൂടെയാണ്. അതുമാത്രമല്ല, അവിടെ യേശു പറഞ്ഞ വാക്കുകളെ കേൾക്കുവാൻ സ്വീകരിപ്പാൻ ഒരുക്കമുള്ള ഒരു സമൂഹമുണ്ടായിരുന്നു. അതിന് അനുസരണം എന്ന് പറയും. അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ അടയാളങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. വെള്ളം വീഞ്ഞായി എന്നത് ഒരു അത്ഭുതമായിട്ട് ഇന്ന് ലോകം ചിത്രീകരിക്കുമ്പോൾ ആ അത്ഭുതത്തെക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുന്നതിന് കാരണമായി. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിന് സഹായകരമായി തീരണം. അതിന് എല്ലാവരും ഒരുമിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്നേഹത്തിലൂടെയും വിനയത്തിലൂടെയും ആണ് അത് സാധ്യമാകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും ക്രിസ്തുവിന്റെ വിനയത്തിന്റെയും അടയാളങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും. ഈ നോമ്പ് കാലഘട്ടം ക്രിസ്തുവിനോട് ഒരുമിച്ച് ഓരോ ദിവസവും നമുക്ക് യാത്ര ചെയ്യാം. ക്രിസ്തു സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാം. ക്രിസ്തു പറഞ്ഞ വാക്കുകളെ നമുക്ക് കേൾക്കാം. ക്രിസ്തു കണ്ട കണ്ണിലൂടെ നമുക്ക് കാണാം. ക്രിസ്തു കേട്ട കാതിലൂടെ നമുക്ക് കേൾക്കുകയും അങ്ങനെ ഈ സമൂഹത്തിന്റെ പരിവർത്തകരായി തീരുകയും ചെയ്യാം. നമുക്ക് രുചി നൽകുന്നതിനെയൊക്കെ നമുക്ക് വെടിയാം. മറ്റുള്ളവർക്ക് രുചി പകരുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കാം. അതിന് ഈ നോമ്പുകാലവും പ്രാർത്ഥനയും സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.